ഒരു പാർട്ടി വെയർ ലുക്കിനൊക്കെ ഭയങ്കര മിനിമലായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാരി കളക്ഷൻസ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കൂടാണ്ട് നമുക്കൊരു 4 ഷെയ്ഡ്സിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വന്നിട്ടുള്ളത് നമുക്ക് ടിഷ്യൂ ഓർഗൻസയിലാണ് സാരി വന്നിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് സാരീസ് കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ പല്ലു പോർഷനാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഫുൾ നമുക്കൊരു ഷോർട്ട് പല്ലു ആണെങ്കിൽ പോലും അതിൽ ഫുള്ളി നമുക്കൊരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കാന്തയുടെയും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ടിൻ്റെയും ഡെയ്സി ലേസിയുടെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് പല്ലു പോർഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു എംബ്രോയ്ഡറി ടോട്ടലി ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് സ്വീക്വൻസിയും കൂടെ സ്പ്രെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് 2 സൈഡിലും നമുക്ക് ലേസും കൂടെ വരുന്നുണ്ട്. ബോഡി നോക്കുകയാണെങ്കിൽ ബോഡിയിൽ നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് ഒരു എംബ്രോയ്ഡറി തന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു പാറ്റേണും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓർഗൻസ് പൊതുവെ ഒത്തിരി ഒതുങ്ങി കിടക്കാത്തൊരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ടിഷ്യൂ ഓർഗൻസയിലാണെങ്കിൽ പോലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലും കൂടെയാണ്. ആൻഡ് ഇതല്ലാണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഭയങ്കര രസമുള്ള ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ഒക്കെ ആണെങ്കിലും ഇഷ്ടമാവുന്നവർക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസും കൂടെ. യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഒരു 1 ലെയർ ഒക്കെ ഇട്ട് സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാരേജ് ഫംഗ്ഷൻ, ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു മാരേജിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കസിൻസിൻ്റെയൊക്കെ മാരേജിനായിരിക്കും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസും കൂടെയാണ്. ആ ഒരു ടിഷ്യൂ ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂവിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സും കൂടെ സാരി ഓവറോൾ വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ലുക്ക്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് ബ്ലൗസ് പീസിലും സെയിം ഈ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എൽബോ ഒരു സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ്സിൻ്റെ പോർഷനിൽ ഈ ഒരു സെയിം ആ ഒരു ഡെയ്സി ലേസിയുടെ ഒക്കെ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. വിത്ത് നമുക്ക് ലേസും കൂടെ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതാണ് സെക്കൻഡ് ലുക്ക്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ത്രെഡ്സ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ ഒരു ഡാർക്ക് ടോണിലും അതുപോലെ ലൈറ്റർ ടോൺസിനും ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫുൾ എംബ്രോയ്ഡറി പാറ്റേണും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ലേസും കൂടെ വരുന്നുണ്ട്. ദിസ് ഈസ് എ സെക്കൻഡ് ലുക്ക്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. എല്ലാത്തിലും നമുക്ക് ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ബ്ലൗസ് പീസിൽ ഓവറോൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ലുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു എംബ്രോയ്ഡറിനെ ഫുള്ള് ഹൈലൈറ്റ് ചെയ്ത് നമുക്കൊരു സ്വീക്വൻസി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഈ കാണിച്ച എല്ലാ ഷെയ്ഡ്സും എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്ന ഷെയ്ഡ്സും കൂടെയാണ് കേട്ടോ. രസമുള്ള സാരീസും കൂടെയാണ്. നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് ഉടുത്ത് കഴിഞ്ഞാലും നല്ലൊരു ക്ലാസി അല്ലെങ്കിൽ മിനിമൽ ലുക്കിൽ നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷൻസും കൂടെയാണ്. ലാസ്റ്റ് ലുക്ക് വരുന്നത് ഒരു മോവ് ഷെയ്ഡാണ്. അതാണ് കേട്ടോ ലാസ്റ്റ് ലുക്ക്. ഒരു മിനിമൽ ജുവലേഴ്സ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഒത്തിരി ആഡംബരമില്ലാത്ത ചെറിയൊരു പെൻഡൻറ്റും അതുപോലെ ചെയിനൊക്കെ വരുന്ന ചെറിയൊരു മിനിമൽ ലുക്കിനായിട്ട് പറ്റുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇത് എല്ലാത്തിൻ്റെയും കോഡ് BLD 116162 അങ്ങനത്തെ ഓരോരോ കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് വരുന്നത് 3529 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. പൊതുവേ ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി വേണമെന്നല്ലേ. അപ്പം അങ്ങനെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നതും കൂടാതെ ഒരു സാരിയും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു രണ്ടും നമുക്ക് ബേജ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ബേജ് ഷെയ്ഡിൽ തന്നെ ആ ഒരു മൾട്ടി കളേഴ്സിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി പാറ്റേൺ, മിഷൻ എംബ്രോയ്ഡറി ഫ്ലവർ പാറ്റേണിലാണ് ഒരു എംബ്രോയ്ഡറി നമുക്ക് വന്നിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു അപ്പറിൽ ബ്ലോവറിൽ നമുക്ക് ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിൽ ആ ഒരു കട്ട് വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബോഡിയിൽ നോക്കുവാണെങ്കിൽ സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേണിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ആൻഡ് ബോഡി നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന ഭാഗത്ത് ലോവർ പോർഷനിലാണ് ആ ഒരു കൂടുതലും വന്നിട്ടുള്ള ആ ഒരു ഫ്ലവർ പാറ്റേണും ആ ഒരു കട്ട് വർക്കും ആ ഒരു ബോർഡറിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ പല്ലുൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് സാരിയും കൂടെയാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത്
ഈ ഒരു രണ്ടും നമുക്ക് ബേജ് ഷെയ്ഡിലാണ്, കുറച്ചൊന്ന് ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. ആ ഒരു ഫ്ലോറൽ പാറ്റേണും ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലൊക്കെ ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ് നമുക്ക് എൻ്റയർലി ഈ ഒരു സാരിയുടെ ലുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പറിലും ലോവറിലും വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കട്ട് വർക്കൊക്കെ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിലും ഇതിലും നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു എംബ്രോയിഡറി പാറ്റേൺ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്ത് പോകാനും ആ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനും നമുക്ക് ഈസി ആയിട്ട്. ഇപ്പോൾ കൂടുതലും അമ്മമാരൊക്കെ ആണെങ്കിൽ കൂടുതൽ വർക്കൊന്നും വെക്കാതെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയൊക്കെ അല്ലേ ചൂസ് ചെയ്യുന്നത്. അപ്പം അമ്മമാർക്കും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ ഈ ഒരു സാരി വെയർ ചെയ്യുന്നത്. ആൻഡ് കണ്ടോ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന ഭാഗത്തും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കാണ് ഒരു സാരി വന്നിട്ടുള്ളത്. ആൻഡ് സോളിഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് BLD 1170 എന്ന കോഡിൽ 3499 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. തെപ്ചി കോട്ടയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവേ ഈ തെപ്ചി കോട്ടയിൽ വരുന്ന സാരീസ് ആയിരിക്കും കൂടുതൽ നമ്മൾ കാണുന്നത്, പക്ഷേ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്കാണ് ഈ ഒരു കോട്ടയിൽ വന്നിട്ടുള്ള തെപ്ചി കോട്ടയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡിലാണ്. ഫുള്ളി നമുക്ക് തെപ്ചിയിൽ ചെയ്തിട്ടുള്ള ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ ഹാൻഡ് എംബ്രോയിഡറിയിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ മാമിനെ വിളിച്ചൊന്ന് ചോദിച്ചപ്പോൾ മാമാണ് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള, ഒത്തിരി ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്ത് വരുന്ന ഒരു വർക്കും കൂടെയാണ്. ഫസ്റ്റ് ഈ ഒരു തെപ്ചി വർക്ക് വന്നിട്ട് പിന്നെയാണ് നമുക്ക് ഈ ഒരു ഡൈയുടെ വർക്ക് പോകുന്നതും. ആ ഒരു മിറർ വർക്ക് നമ്മൾ നൽകോണ്ട വർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഒരു പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, മാമാണ് എനിക്കിത് കൂടുതലായിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത്. ആൻഡ് ആ ഒരു വർക്ക് നമ്മൾ ഓരോ മൾട്ടിപ്പിൾ ആൾക്കാർ നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെ വഴിയിലാണ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ആ ഒരു ബോഡിയിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്കൊരു ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് എൻ പോർഷനിൽ നോക്കുവാണെങ്കിലും ആ ഒരു തെപ്ചിയുടെ ഒരു വർക്ക് തന്നെ ഹാൻഡ് വർക്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടണിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് ആ ഒരു ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയിൽ നമുക്കൊരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഡിഫറെൻറ്റ് പാറ്റേണിൽ നിൽക്കുന്ന ഒരു രീതിക്കാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നിട്ടുള്ളത്. നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ്, ഓറഞ്ച് വിത്ത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബോഡിയിൽ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ്, ഒരു ഫ്ലവർ പാറ്റേണിലാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആയാലും ആ ഒരു നൽകോണ്ട മിററിൻ്റെ വർക്കായാലും ഒത്തിരി ടൈം പ്രോസസ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലും ഓറഞ്ച് വിത്ത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ ഒരു ബോഡിയിൽ വരുന്ന സെയിം ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഒരു ഫ്ലവർ പാറ്റേണിൽ നമുക്ക് ഫുള്ളി പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സും കൂടെയാണ്. അതിൻ്റെ കൂടെ ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടം. ആൻഡ് ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. കണ്ടോ, എല്ലാം അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലുക്കും കൂടെ കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പീച്ച് വിത്ത് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ നമുക്കൊരു ചെക്ക് പാറ്റേണിലാണ് ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് എൻ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറിൽ ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. ബോഡി ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു മിറർ വർക്ക് സ്കാറ്റേഡ് ആയിട്ടൊക്കെ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് അതിന് കൂടെ പെയർ ചെയ്ത് വന്നിട്ടുള്ള കോട്ടണിലെ ബോട്ടം ഒരു സ്ട്രെയിറ്റ് ഫിറ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിൽ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ആൻഡ് ചെക്കിൽ തന്നെ വന്നിട്ടുള്ള ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആയാലും ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ആ ഒരു ബോട്ടത്തിൽ വരുന്ന ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആയാലും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു കളർ പാലറ്റിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു സ്ലീവ്ലെസ് ആയാലും വിത്ത് സ്ലീവൊക്കെ ആയാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പം നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SF1074 എന്ന കോഡിൽ 3709 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇതെല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.